ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ബത്തയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബത്തയുടെ പഴയ പ്രതാപമൊക്കെ പോയി, ആളൊഴിഞ്ഞ പറമ്പായി മാറിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഈ തെരുവ് കച്ചവടം ഈ വെള്ളരിക്ക 3 കിലോ 5 റിയാലിനാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഭക്ഷ്യ സാധനങ്ങളും തുണിത്തരങ്ങളും ഒക്കെ വളരെ വില കുറച്ച് കിട്ടുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ ഫുട്പാത്തിൻ്റെ വശങ്ങളിൽ നിറയെ കടകളുണ്ട്, പലതരത്തിലുള്ള കടകളുണ്ട്. തുണിക്കടകൾ, ചെരുപ്പ് കടകൾ, ബാഗ്, കുട, എല്ലാ സാധനങ്ങളും A to Z സാധനങ്ങൾ ഇവിടെ കിട്ടും. ഇതേപോലെ വഴിയോരത്ത് പാതയോര കച്ചവടക്കാരുണ്ട്. അവർ വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മൊബൈലിൻ്റെ എക്സസറീസ്, പിന്നെ തമ്പാക്ക് വിൽക്കുന്നവരുണ്ട്. തമ്പാക്ക്, ചുണ്ണാമ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ, പാൻ, ഇതൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട്. പിന്നെ പെർഫ്യൂം വിൽക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഓരോരുത്തർ ഇതേപോലെ നിൽക്കുകയാണ്. കസ്റ്റമർ വരുമ്പം അവരോട് ചോദിച്ചിട്ട് കൊടുക്കും. ഇപ്പോൾ പൊതുവേ തിരക്കില്ല. ഒരു 2 കൊല്ലം മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ അസാമാന്യ തിരക്കാണ് എപ്പോഴും. ഇപ്പം എനിക്ക് തോന്നുന്നു പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ജോലി നിർത്തി മതിയാക്കിയൊക്കെ പോയിട്ടുണ്ട്. വിദേശികൾ മാത്രമേ ഇവിടെ വരുള്ളൂ. സൗദികൾ ഇവിടെ വരുന്നത് കുറവാണ്. കാരണം ഇത് വിദേശികളുടെ സാധനങ്ങൾ കിട്ടുന്ന പ്രധാന മാർക്കറ്റാണ്. അപ്പോൾ ഒരുപാട് ദൂരത്തുനിന്ന് ഡെയിലി 100 കണക്കിന് ബസ്സുകൾ വരികയും നല്ല കച്ചവടവും എപ്പോഴും ഒരു പൂരത്തിൻ്റെ അന്തരീക്ഷമായിരിക്കും ഇത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ പോയി.